മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനായ അസ്റായിൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഒരല്പം നേരം കൂടെ കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകും. ആ മനുഷ്യന്റെ മരണം അടുത്തിരിക്കുകയാ. ഒരല്പസമയം കൂടെ കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോകും നബിയെ. അതുകൊണ്ട് ആ കാര്യം അങ്ങ് അവനോടൊന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, ഞാനത് പറയണോ? റൂഹ് പിടിച്ചാൽ പോരെ, മരിച്ചു അതങ്ങ് പോയാൽ പോരെ? ആ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞാൽ നീ മരിച്ചു പോകുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാ, പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിന്റെ മരണം അടുത്തിരിക്കുകയാ. ഇനി നിന്റെ ആയുസ്സിൽ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല. ആ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞതാ. ഇനി ആകെ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞ സമയം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ എനിക്ക് പറഞ്ഞു തരണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി നിസ്കരിക്കുവാനോ ഖുർആൻ ഓതുവാനോ സദക്ക കൊടുക്കുവാനോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ചാരത്ത് പോയി ഇരിക്കാനോ ഒന്നുമല്ല. ആ ചെറുപ്പക്കാരനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയായി പറഞ്ഞത് ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാനാണ്. ഇൽമു പറയുന്ന മജ്ലിസിൽ നീ പോയിരിക്കുക. അതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ മസ്ജിദ് നബവിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ചു സഹാബികൾ ഇരുന്നു കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇൽമ പഠിപ്പിക്കുന്നു, ഇൽമ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സ്വഹാബി അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു, അവരുടെ കൂട്ടത്തിലിരുന്നു മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇൽമിൻ്റെ മജ്ലിസിൽ വരിക, ഇൽമു കേൾക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിയൂ. അതിന് അള്ളാഹു ഇഷ്ടപ്പെടണമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ്. അത് കുറച്ചു പേരാണെങ്കിലും ആ കുറഞ്ഞ പേര് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലും ആള് കുറവാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആ കുറഞ്ഞ വിഭാഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹു നാളെ അവൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ.